എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്യാം സുന്ദർ. കാവശ്ശേരിയിലാണ് വീട്. എൻ്റെ കുട്ടികളിവിടെ ഗുരുകുലം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. മൂത്താള് വൈഷ്ണവ് 9th-ലും, രണ്ടാമത്തെ മോള് ശ്രീഗൗരി 5th-ലും, എൻ്റെ ചെറിയ മോൻ മാധവ് അവിടെ UKG-യിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുസ്തകം ഗ്രേറ്റ് ലീഡേഴ്സ് ഓഫ് ദ വേൾഡ്, അതായത് ഇൻസ്പയറിംഗ് ലൈഫ്സ് ഓഫ് ഗ്രേറ്റ് ലീഡേഴ്സ് ഓഫ് ദ വേൾഡ് എന്നുള്ള ഒരു ബുക്കാണ്. സ്പൈഡർ ബുക്സിൻ്റെ പ്രസിദ്ധീകരണത്തിലാണ് ഈ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് പരംജിത്ത് അരോര. പിന്നെ അതിനുള്ള ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത് VK സന്തോഷ് എന്ന വ്യക്തിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പുസ്തകം, ഗ്രേറ്റ് ലീഡേഴ്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇതിൽ ഒരുപാട് വ്യക്തികളുടെ, ഓരോ രാജ്യങ്ങളിലുള്ള വ്യക്തികളുടെ കഥകൾ, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അവർക്കതിൻ്റെതായിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കുവാനും പറ്റുന്ന രീതിയിലുള്ളൊരു പുസ്തകമാണിത്. ഈ ഒരു പുസ്തകത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി, ഫ്രെഡറിക് ദ ഗ്രേറ്റ്, ജെൻസിസ് ഖാൻ, ജോസഫ് സ്റ്റാലിൻ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, കാർൽ മാക്സ്, മാവോ സേതൂങ്, മാർട്ടിൻ ലൂതർ കിങ്, അങ്ങനെ ഒരുപാട്, സലാഹുദ്ദീൻ, വിൻസ്റ്റൺ ചർച്ചിൽ, ഇങ്ങനെയുള്ള ഒരുപാട് ലെജൻഡ്, ദ ലീഡേഴ്സ്, ദ ഗ്രേറ്റ് ലീഡേഴ്സ്, അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ കുട്ടികളിൽ ഓരോ വ്യക്തികളിലുള്ള സ്വാധീനം, ആ ഓരോ വ്യക്തികളുടെ ജീവചരിത്രം പഠിച്ചിട്ടുള്ള സ്വാധീനങ്ങൾ നമുക്ക് അവരിൽ കൊണ്ടുവരുവാനായി ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും. പലതരത്തിലുള്ള കഷ്ടപ്പാടിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും അവർ എങ്ങനെയാണ് ഈ ഒരു വേൾഡിൽ തന്നെ, നമ്മുടെ ലോകത്തിലെ അറിയപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാളായത്, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരെങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിൽ അവർ എത്തിച്ചേർന്നത്, അവർ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെയുള്ള കുടുംബ സാഹചര്യങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ഈ ഇന്നത്തെ കാലത്തുള്ള കുട്ടികളിൽ, അതെല്ലാവർക്കും, ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം. കാരണം ആ ഒരു പഴയ കാലമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പോലും അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുവാനും അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മറികടന്ന് എങ്ങനെയാണ് ഇതുപോലുള്ള ലീഡേഴ്സ്, നേതാക്കന്മാർ ലോക ചരിത്രത്തിൽ എത്തിച്ചേർന്നതെന്നും അവരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിക്കുകയും അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം അവർക്ക് കഥ കേൾക്കുവാനും നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് കുറച്ച് സമയം അവരുടെ കൂടെ ചിലവഴിക്കുവാനും, ഇന്നത്തെ കാലത്ത് ആർക്കും പാരൻസിന് തീരെ സമയമില്ലാത്തൊരു ടൈം എന്നെല്ലാവരും പറയും, സമയം എനിക്കില്ല. പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ കുട്ടിക്കാലം, അവരുടെ കുട്ടിക്കാലമാണ്. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ അവർക്ക് പഠിപ്പിൻ്റെയും മറ്റുള്ള, ചിലപ്പോൾ ഇവിടുന്ന് പുറത്ത് പോയിട്ട് ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ നമ്മുടെ കൂടെ കിട്ടില്ല. അവർക്ക് എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് അവർക്ക് തോന്നുന്ന ഒരു പ്രായമാണ് ഈ കുട്ടിക്കാലം. അപ്പോൾ അവരെ നമ്മുടെ കൂടെ എത്തി ഇതുപോലുള്ള മഹാരഥന്മാർ, ലോക നേതാക്കന്മാർ, അവരുടെ ചരിത്രങ്ങൾ അത് അവർക്ക് കഥാരൂപേണ പറഞ്ഞു കൊടുത്ത് കഷ്ടപ്പാടുകളും ദുരിതത്തിൽ നിന്നും അവരെങ്ങനെയാണ് പാഠം ഉൾക്കൊണ്ട് അവർ ഇത്രയും ലോക നേതാക്കന്മാരായത് എന്നുള്ള കാര്യങ്ങളും അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഞാൻ ഒരിക്കൽ കൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ദ ഗ്രേറ്റ് ലീഡേഴ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് പുസ്തകം. അത് പബ്ലിഷ്ഡ് 2014 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സ്പൈഡർ ബുക്സ് ആണ്.
എഴുതിയത് പരംജീത് അറോറ. ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരു അഭ്യർത്ഥന ഇവിടെ പറയുകയാണ്. അതായത് ഈ ഒരു പുസ്തകം വായിക്കുവാനും നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള സമയം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.